NISന്റെ ബോർഡിൽ 10ാം ക്ലാസ് പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ പ്ലസ് ടു സേ പരീക്ഷ 2026 സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പൊ 2026 മാത്രമല്ല മുൻ വർഷങ്ങളിലൊക്കെ പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ ഫെയിൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും LB അക്കാദമി ഓൺലൈൻ ക്ലാസ് മുഖേന NISലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ NISന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. NISന്റെ പുതിയ ബാച്ചിലേക്ക്, അതായത് വരാൻ പോകുന്ന 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് ആളുകളുടെ സംശയമാണ്, എങ്ങനെയുള്ള ആളുകൾക്കാണ് 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകൾക്കാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ക്ലിയർ ചെയ്യാണ്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം നിർത്തിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, 10ാം ക്ലാസ് പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ ചെറിയ കുട്ടികളെന്നോ വലിയവരെന്നോ അങ്ങനെ ഒരു പ്രായ വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. അപ്പൊ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക്, ഇപ്പൊ നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊമോഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്താണ് NIS മുഖേന 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പ്ലസ് ടു കോഴ്സിലേക്ക് പോകുമ്പോൾ, പ്ലസ് ടു നമുക്കറിയാലോ, 10ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ 10ാം ക്ലാസ് ഏത് ബോർഡിലും വിജയിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, NISൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്ലസ് 1 പോയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും കേട്ടോ. പ്ലസ് 1 പോയിട്ടുള്ളവരുണ്ട്, പ്ലസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. പക്ഷെ ചിലപ്പോൾ പ്ലസ് 2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലസ് 1 വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയ ആളുകൾ ഉണ്ടാവും ഇല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ഒരു പ്ലസ് 2ന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ NIS വഴി പ്ലസ് 2 നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്ലസ് 2 വരുമ്പോൾ നമുക്കറിയാം എന്താ 3 ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അല്ലെ. പ്ലസ് 2 കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏത് ഗ്രൂപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് NIS മുഖേന പ്ലസ് 2 സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നടക്കുന്നത് 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന 2027 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് NIOSന്റെ കീഴിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ അല്ലെങ്കിൽ പ്ലസ് 2ന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് 10ാം ക്ലാസ്സിന്റെയോ പ്ലസ് 2ന്റെയോ ഒക്കെ സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, നേരെ നമ്മളെ വിളിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്നത് മാത്രമാണ് കേട്ടോ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ. അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇപ്പൊ ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്ന റെക്കോർഡ് ക്ലാസ് മാത്രം, അങ്ങനെയല്ല. നമ്മുടെ LBയിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ഡയറക്റ്റ്, അതായത് ടീച്ചേഴ്സിനെ ഫേസ് ടു ഫേസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, ചോദിക്കാം, മിസ്സുമാരോട് ഡയറക്റ്റ് ചോദിക്കാം. ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടാണ്, അതായത് നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ അതേ രീതിയിലാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സസ് വരുന്നത്. സോ ആ ഒരു ഓൺലൈൻ ക്ലാസ് നമുക്ക് നൈറ്റ് ക്ലാസ് ആണ് കേട്ടോ, രാത്രിയിലാണ്. രാത്രി ഒരു 7 മണി മുതൽ 10 മണി വരെയുള്ള ടൈമിലാണ് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അത് ഒരു ദിവസം ചിലപ്പോൾ 1 അവർ ക്ലാസ് ആയിരിക്കാം, അതല്ലെങ്കിൽ 2 അവർ ക്ലാസ്സസ് ആയിരിക്കാം. അത് ടൈം ടേബിൾ മുഖേനയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലെ. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും.
അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങള്, അസൈൻമെന്റ്, പ്രൊജക്ട്, പ്രാക്ടിക്കൽ വിഷയങ്ങളാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം നമ്മുടെ ഭാഗത്തും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതിനെക്കുറിച്ച് ചോദിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ LB-ൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി LB അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തെന്ന് ഓർത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന മാത്രമേ ഉള്ളൂ ഓൺലൈനായിട്ട്. പരീക്ഷാ കേന്ദ്രമൊക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ, അതായത് നമ്മൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. എന്നിട്ട് എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജില്ലയിൽ ലഭിച്ചിരിക്കുന്ന ഒരു സ്കൂളിൽ നമ്മൾ ഓഫ്ലൈനായിട്ട്, അതായത് നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നു ഓൺലൈൻ എക്സാം ആണോ ചോദിക്കും. ഓൺലൈൻ അല്ല, നമുക്ക് ഓഫ്ലൈൻ എക്സാം ആണ്. അപ്പൊ നമ്മൾ അവിടെ സ്കൂളിൽ ഡയറക്റ്റ് പോയി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. എഴുത്ത് പരീക്ഷയിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ നമ്മൾ വെറുതെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ചില ആൾക്കാരോട് പറയുന്ന ചുമ്മാ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമെന്ന് ചോദിക്കാം. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പരീക്ഷ എഴുതി പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. പിന്നെ മറ്റ് ബോർഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി സിലബസ് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 5 വിഷയങ്ങൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ +2ന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഇനി കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +2 സേ പരീക്ഷ എഴുതിയ കുട്ടികൾ, നമുക്കറിയാം +2 സേ പരീക്ഷ എഴുതിയിട്ട് ഇന്നും LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ അവരുടെ പേരൻസ് ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നമുക്കറിയാം സ്ട്രീം 2 അഡ്മിഷൻസ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് 2026 ഓഗസ്റ്റ് 31 വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ +2 സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അത് എത്ര വിഷയമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ 2 വിഷയമായിരിക്കാം, ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയം പോയിട്ടുണ്ടാവാം. എത്ര വിഷയങ്ങൾ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIOS വഴി എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, മുഴുവൻ സബ്ജക്റ്റുകൾ പോയ കുട്ടികൾക്ക് മുഴുവൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 1ഓ 2ഓ സബ്ജക്റ്റുകൾ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ മാത്രമായിട്ടും NIOS എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. സോ അതിന്റെ അഡ്മിഷന് ക്ലോസ് ചെയ്തതായിരുന്നു, പക്ഷെ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ തവണയാണ് ഇപ്പൊ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 2026 ഓഗസ്റ്റ് 31 ആക്കിയിട്ടുണ്ട്. സോ +2 സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം തന്നെ +2 സർട്ടിഫിക്കറ്റ് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ കോൺടാക്ട് ചെയ്യുക. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ വരാൻ പോകുന്ന 2026, അതായത് നമുക്കറിയാം ഇത് ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ +2 സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ച് ടെൻഷൻസ് ഉണ്ട്. അതായത് ഇനി ഒരു തവണ എക്സാം എഴുതി അല്ലെ, അതിൽ പരാജയപ്പെട്ടു പോയി, അതുപോലെ തന്നെ സേ എക്സാം എഴുതി അതിൽ പരാജയപ്പെട്ടു പോയി, ഇനി വീണ്ടും NIOS എന്ന് പറയുന്ന ഒരു ബോർഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, അതായത് ഇത്രയും നാളത്തെ പഠിച്ച ആ ഒരു സിലബസ് തന്നെയാണോ, അല്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടായിരിക്കോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ടെൻഷൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്നെ ഡയറക്റ്റ് വിളിക്കുക. സോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അതിന്റെ ആ സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റു ബോർഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ഈസിയാണ് പാസ്സാകാനായിട്ട്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, കുട്ടികൾ മാത്രമല്ല ഇതിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെ, അതായത് മുതിർന്ന ആളുകൾ വരെ ഒരു 10ാം ക്ലാസ്സിന്റെ +2, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കുട്ടികൾ, അതായത് +2 സേ പരീക്ഷ എഴുതാന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് പാസ് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണ് അല്ലെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടെൻഷൻ. അപ്പൊ ഇതിന് മുന്നേ ഉള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് കുറെ നാളായിട്ട് അവർക്കൊരു പഠനമായിട്ടുള്ള ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതായത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവര് പഠനം എന്ന് പറയുന്ന ആ ഒരു സംഭവമായിട്ട് ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ആ ടച്ചേ വിട്ടുപോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് അവർ പിന്നീട് ഒരു ആഗ്രഹം വരെയാണ് അവർക്ക് NIOS വഴി അല്ലെങ്കിൽ ഈ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ +2ന്റെ വേണം എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴാണ് അവര് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് മുതിർന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഈ ഒരു ബോർഡിൽ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളായത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അത്രയും ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഈ കാര്യം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ NIOSന്റെ. അതുകൊണ്ടാണല്ലോ ഇത്രയും ഗ്യാപ്പ് വന്ന ആളുകൾ വരെ പഠിച്ച് പാസ്സായി പോകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് കുട്ടികളായിട്ടുള്ള നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസ് ഒന്നും ടെൻഷൻ ആവണ്ട. NIOS ബോർഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് പാസ്സാകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. NIOSന്റെ ബോർഡിൽ 10ാം ക്ലാസ് +2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ +2 സേ പരീക്ഷ
ഈ 2026 സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പൊ 2026 മാത്രമല്ല മുൻ വർഷങ്ങളിലൊക്കെ പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ ഫെയിൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും LB അക്കാദമി ഓൺലൈൻ ക്ലാസ് മുഖേന NIST ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് സീറ്റ് ബുക്ക് ചെയ്തിടുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമ്മുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾ പരീക്ഷാ കേന്ദ്രം ഉറപ്പാക്കുക. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.